ബിഗ് ടിവിയിൽ രാജമൗലിയുടെ അടുത്ത പടമാണ് അതും ഒരു ബിഗ് ബജറ്റ് പടമാണ്. ബിഗ് ബജറ്റ് ചിത്രത്തിൽ എന്റെ പെർഫോമൻസ് മാസായിരിക്കും, ക്ലാസ്സും മാസം ചേരുന്നതായിരിക്കും. ബിഗ് ടിവി വരുന്നതുകൊണ്ട് വലിയ കോലാഹലമായിരുന്നു ഇവിടെ കുറച്ചു കാലമായിട്ട്. വന്നപ്പോ ഇതാണ് ഗൈസ് അവസ്ഥ. ബിഗ് ടിവിക്ക് മുൻപും ശേഷവും എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞത് വെറുതെയല്ല. ഇടതിനോ വലതിനോ എന്തിനെങ്കിലുമോ ഒപ്പമല്ല, വസ്തുതകൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു വാർത്താ ചാനൽ മലയാളിക്ക് അന്യമാണ്. അതായിരിക്കും ബിഗ് ടിവി. നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ മെഗലോമേനിയാക്സ് എന്നെ ബോഡി ഷേമിങ് ആ ബാധൂടം കളിയാക്കും. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പാർട്ടികളെ. ബിഗ് ടിവി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു സ്മോൾ ടിവി ആയിരുന്നു വന്നത്. അത് പെണ്ണുങ്ങളുടെ ഇടയിൽ ഇരുന്ന് പൊങ്കാലിരുന്നു. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, പെണ്ണുങ്ങളുടെ ഇടയിൽ ഇരുന്ന് കുത്തി തിരികെ പൊങ്കാലിടുന്ന ഈ അനിൽ അരൂരിനെ ലക്ഷ്മി പത്നി എന്താ പറഞ്ഞെന്നറിയാമോ? മാധ്യമ ലോകത്തെ രാജമൗലിന്ന്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ടെലിവിഷൻ മേഖലയിലെ രാജമൗലിയാണ് അനിൽ അരൂർ എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിയേ, അനിൽ അരൂരും സുജയ പാർവതിയും മാധ്യമ ലോകത്തെ അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനുമായി മാറിപ്പോയ കാഴ്ചയാണ് നമ്മൾ കാണുന്ന. എന്റെ പൊന്നും കുരിശു മുത്തപ്പ. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. രാജമൗലിയുടെ ടി.വി. സ്ക്രീൻ എന്ന് പറയുന്നത് പഴയ ദൂരദർശൻ പോലെ. എടേ ആ ക്യാമറയിലെ ലെൻസിലെ എണ്ണയെങ്കിലും ഒന്ന് തുടച്ചിട്ട്. നീ വിഷമിക്കാൻ, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. ഒരു ബ്ലർ ആയിട്ട് എന്തൊക്കെയോ ക്ലാരിറ്റി ഇല്ലാത്ത ദൃശ്യം. ഞാനിപ്പോ ഐഫോണിലാണ് വീഡിയോ ചെയ്യുന്നത്, എന്ത് ക്ലാരിറ്റി ഉണ്ട്? അതിന്റെ ക്വാളിറ്റി പോലും ഇല്ലാത്ത എന്തോ വിഷയം. അവർക്ക് സൗണ്ടിന്റെ ക്വാളിറ്റി ഇല്ല, ഉപയോഗിക്കുന്ന ഫോണ്ട്, കളറ്, ഗ്രാഫിക്സ് എല്ലാം ശോകം. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ആകെ ദാരിദ്ര്യം പിടിച്ച സ്റ്റുഡിയോ. അതൊക്കെ പോട്ടെ, സ്ക്രീനിൽ വരുന്ന ഒരുത്തനും ഈ വിഷയം മര്യാദയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. 5 മിനിറ്റ് സുജയ്ക്ക് പോലും കഴിഞ്ഞില്ല. ഇതാണോടെ രാജമൗലിയുടെ സിനിമ? ഇതൊക്കെയാണോ നീ കണ്ട രാജമൗലിയുടെ? അത് ഏത് സിനിമയുടെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് അലിൻ ജോസ് പെരേരയുടെ മ്യൂസിക് ആൽബം അല്ലേ? അല്ലാതെ ഇതിലെങ്ങനെയാ രാജമൗലിയുടെ സിനിമ വരുന്നതെന്നാണ് എന്റെ സംശയം. ആറാട്ടണ്ണന്റെ ഒരു ഫേസ്ബുക്ക് ലൈവ് ഇതിലും കിടിലൻ സംഗതിയാന്ന് പറയാതിരിക്കാൻ പറ്റൂല. മറ്റുള്ളതിൽ നിന്നും എന്താണ് ഇതിലൊരു വ്യത്യസ്തത ഉണ്ടാവുന്നത്? മറ്റുള്ളതിൽ നിന്നും എല്ലാം കൊണ്ടും വ്യത്യസ്തമായിരിക്കും. അവ ശരി, വൈകിട്ടാണോ? ഓക്കെ, ശരി, കട കാണാം. ഓക്കെ.